എല്ലാ കൂട്ടുകാരെയും എഡ്യൂഫേസിന്റെ ഓണപരീക്ഷയോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഈ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് 2 ചാപ്റ്റർ, ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും ഈ പാഠപുസ്തകം കണ്ടിട്ട് ഓരോ പാഠങ്ങളും കണ്ടിട്ട് ഇത് എത്രയാണ് പഠിക്കാനുള്ളത്, കുറേ പഠിക്കാനുണ്ട് എന്നൊക്കെ വിചാരിച്ചാൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോ പാഠത്തിലും എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചു പോവുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ പരീക്ഷ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒന്നാമത്തെ പാഠമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതൊക്കെ വായിച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊന്നും ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ മക്കൾ, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയറിയുടെ ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ ഡയറിയുടെ ഈ ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് IMP അഥവാ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക. കാരണം എന്താ, നിങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഡയറി എഴുതാൻ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പാഠത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും എഴുതുന്ന ഡയറി നിങ്ങളോട് എഴുതാൻ പറയും. അപ്പൊ നമ്മൾ ഇവിടത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. The fireman gave an award to Dilna. She became very happy. She wrote her feelings in her diary. What would be her diary entry എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ദിൽന കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവൾ അമ്മയെ രക്ഷിച്ചത് കൊണ്ട് നമ്മുടെ ഫയർഫോഴ്സുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവളെ വിളിച്ചിട്ട് അങ്ങനെ ഒരു വലിയ അവാർഡൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവാർഡ് കിട്ടി വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ദിൽന കുട്ടി വീട്ടിൽ വന്നിട്ട് അന്ന് രാത്രി എഴുതുന്ന ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അപ്പൊ മക്കളെ, ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആ ഉത്തരം എത്രാമത്തെ ചോദ്യമാണെന്ന് വെച്ചാൽ, ഇപ്പൊ 12ാമത്തെ ചോദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 എന്ന് നമ്പർ ഇട്ടിട്ട് ആ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതുമ്പം നല്ല അടിപൊളിയായിട്ട് എന്ത് കൊടുക്കുക, ഡയറി എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുക്കുക. ഡയറി എന്നൊരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു ഡേറ്റ് ഉണ്ടാവില്ലേ, എന്നാണ് എക്സാം നടക്കുന്നത് വെച്ചാൽ ആ ഒരു ഡേറ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ 25 ജൂൺ 2025 എന്നാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ എക്സാം എഴുതുന്ന ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സാം എഴുതുന്ന ദിവസം ഉണ്ടാവുമല്ലോ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കുമല്ലോ. അപ്പൊ ആ ദിവസം നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, I became a real hero today എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുക്കുക, when my brother and I was playing outside our backyard of the house, we entered the house. Suddenly we could see that my mom was fell down. മദർ അങ്ങനെ വീണ് കിടക്കുകയായിരുന്നു. സഡൻലി വി വെന്റ് ടു ഹെർ ആൻഡ് ട്രൈ ടു വേക്ക് അപ്പ് ഹെർ. അവളെ അമ്മയുടെ അടുത്ത് പോയിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ബട്ട് വി കുഡ് നോട്ട് വേക്ക് ഹെർ അപ്പ് ആൻഡ് I remembered my grandma told me when an emergency comes we have to call at 101. ഒരു എമർജൻസി വരുന്ന സമയത്ത് 101 വിളിക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയായി. അങ്ങനെ I dialed in 101 ഞാൻ വിളിച്ചു. അങ്ങനെ the firemen came, they saved my mother. അങ്ങനെ ഫയർമെൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ അമ്മയെ രക്ഷിക്കുകയാണ്. They invited me to the ഫയർഫോഴ്സ് ഓഫീസ്. അവരെന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നു. They gave me an award. I was very happy. It was a memorable day in my life എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ആ ദിവസം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ കുറച്ചങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ എന്തൊക്കെ മറക്കാൻ പാടില്ല, ഡയറി എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ മറക്കരുത്, ഡേറ്റ് കൊടുക്കാൻ മറക്കരുത്, ഡേറ്റിന് താഴെ ദിവസം കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആ ദിവസം നടന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ സ്പെല്ലിങ്ങളൊന്നും തെറ്റാതെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ആ കഥ മൊത്തം വിശദീകരിച്ചൊന്നും എഴുതരുത്. സിമ്പിൾ ആയിട്ട് ഒരു 4-5 വരികൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഡയറി ആയിട്ട് എഴുതുക. അപ്പൊ മക്കളെ, ഡയറി ഉറപ്പാണ്, ഒരു ഡയറിന്റെ ചോദ്യം വരും. അപ്പൊ എന്ത് ചെയ്യാ മക്കള്, നല്ല അടിപൊളിയായിട്ട് ഡയറി എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറിന്റെ ഒരു ചോദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് ഞാൻ തരുന്നുണ്ട്. ആ ഡയറി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. അത് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. പിന്നെ ക്ലാസ് യൂട്യൂബിൽ കാണുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് ഇതിന്റെ
8086453303 8086453303 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് ചോദിക്കുക. അടിപൊളിയായിട്ട് എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഒരു നോട്ടീസ് ആണ് അടുത്തത്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ആണ്, എക്സാമിന് വരുന്ന രണ്ടാമത്തെ കാര്യമാണ് എന്ത് മക്കളെ? നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസ് വരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ സ്കൂളിൽ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു നോട്ടീസ് അടിച്ചിറക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചിറക്കുമ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു നോട്ടീസ് അടിച്ചിറക്കുക എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഒരു നോട്ടീസ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി ചോദ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ചോദ്യം നോക്കൂ. നമ്മുടെ ദിൽനക്കുട്ടി എന്ത് ചെയ്യാണ്? അല്ല, ഇവിടെ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. എന്താണ്? ഒരു ഉജ്ജ്വല ബാല്യം അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുകയെന്ന് അറിയാം. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട, നിങ്ങളുടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് തരും. എന്താണ് പരിപാടി, എവിടെയാണ് നടക്കുന്നത്, ആരാണ് ചീഫ് ഗസ്റ്റ്, സമയം എപ്പോഴാണ്, ഡേറ്റ് എപ്പോഴാണ്, ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങളോട് എന്ത് പറയാ? ഒരു നോട്ടീസ് ഉണ്ടാക്കാൻ പറയാം. അപ്പൊ ഇത് ചോദ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു നോട്ടീസ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ. ആ ഒരു നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ മേലെ നോട്ടീസ് എന്ന് കൊടുക്കുക. ഏതുപോലെ നമ്മൾ നേരത്തെ ഡയറി എഴുതാൻ വേണ്ടി ഒരു ചോദ്യം തന്നപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുത്തു? ടൈറ്റിൽ ഡയറി എന്ന് കൊടുത്തില്ലേ? അതേപോലെ ഇവിടെ നോട്ടീസ് എന്ന് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പം വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് അറിയാം മക്കളെ? നമ്മൾ ഇങ്ങനെ ഡയറി എഴുതിയിട്ട് ഡേറ്റ് കൊടുത്തു, ഡേ കൊടുത്തു, ഡയറി ഒക്കെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പുറത്തു കൂടെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ആൻസർ ഷീറ്റില് ഒരു പുറത്തു കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ നമ്മുടെ ഡയറി വരുന്ന രൂപത്തിൽ ഡയറി എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ നോട്ടീസ് എഴുതുമ്പോഴും അധികം മാർജിന്റെ അങ്ങോട്ടേക്ക് പോകാതെ ഒരു ഇതുപോലെ ഒരു ബോക്സ് നമുക്ക് വരക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്പേസ് കണ്ടിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ഉത്തരം ഇങ്ങനെ എഴുതി ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ഉത്തര പേപ്പറിന് അങ്ങ് അറ്റത്ത് പോകാൻ പാടില്ല. ഒരു ബോക്സ് വരയ്ക്കാനുള്ള സ്പേസ് കാണണം. അത് ആദ്യം വരച്ചു വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം വരച്ചു വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടോപ്പിൽ വരക്കുക, അതുപോലെ തന്നെ റൈറ്റിൽ വരക്കുക, അതുപോലെ തന്നെ ലെഫ്റ്റിലും വരക്കുക. താഴോട്ട് നിങ്ങൾ അധികം നീട്ടി വരക്കേണ്ട ആവശ്യമില്ല. ഇത് എവിടം വരെ പോകും നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ നോട്ടീസ് എവിടം വരെ പോകും അറിയില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം താഴെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ബോക്സ് വരക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലെഫ്റ്റിൽ തുടങ്ങുക, ഇങ്ങനെ ടോപ്പിൽ വരക്കുക, ഇങ്ങനെ റൈറ്റിലും വരച്ചിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നോട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. നോട്ടീസ് എന്ത് കൊടുത്തു? ഒരു ഹെഡിങ് കൊടുത്തു. ഇത് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാകും. എന്ത് പ്രോഗ്രാം ആണ് ഉണ്ടാകും? മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും ഒരു കുട്ടിക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവാർഡ് ഗിവിംഗ് സെറിമണി, അവാർഡ് ഗിവിംഗ് പ്രോഗ്രാം എന്ന് കൊടുക്കുക. ഇവിടെ എന്താണ്? ലിറ്റിൽ ഹീറോയെ അനുമോദിക്കുന്ന പരിപാടി, അതുകൊണ്ട് ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള ചോദ്യം നിങ്ങൾ വരില്ല. ഈ ഹെഡിങ് കണ്ട് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഹെഡിങ് ഒന്നും അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നതായിട്ടാണ് തരിക. അപ്പൊ നിങ്ങൾ എന്ത് പ്രോഗ്രാമിന്റെ നോട്ടീസ് ആണോ എഴുതുന്നത് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഒരു ABC സ്കൂൾ എന്ന് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിന്റെ പേരൊക്കെ എന്ത് ചെയ്യാ? അതിന്റെ താഴെ കൊടുക്കുക. അപ്പൊ ആദ്യം നോട്ടീസ്, പിന്നെ പ്രോഗ്രാമിന്റെ പേര്, എന്തെങ്കിലും ഒരു ഫിലിം, പിന്നെ എന്താ പറയാ ഷോ ആണെങ്കിൽ ഫിലിം ഷോ, നാച്ചർ ക്ലബ് ഇനാഗുറേഷൻ ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക. അങ്ങനെ എന്ത് പ്രോഗ്രാം ആണോ എന്ന് വെച്ചാൽ മാഗസിൻ ലോഞ്ചിങ് ആണ് അങ്ങനെ കൊടുക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ തന്ന പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിന്റെ താഴെ എന്ത് കൊടുക്കുക? നിങ്ങളെ സ്കൂളിന്റെ പേര് കൊടുക്കുക. പിന്നെ നമ്മൾ ഡയറിയിൽ കണ്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്താണ്? ഡേറ്റും ദിവസവും അല്ലെ? ഡേറ്റും ദിവസവും കൊടുക്കുക. 12th January 2025, 2025 ജനുവരി 12. അപ്പം ഓൺ എന്ന് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ 12th, ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഡേറ്റ് കൊടുക്കുക. 12th, 13th, 14th, 15th അല്ലെ? 1st, 2nd, 3rd, 4th ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കുക. പിന്നെ ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതിയോ? ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് നമ്മൾ അടിച്ചിറക്കുമ്പോൾ മക്കളെ ഇത് കാണുന്ന ആൾക്ക് വരണമെങ്കിൽ സമയം അറിയണ്ടേ? അപ്പൊ എന്ത് കൊടുക്കുക? ഡേറ്റിന്റെ താഴെ സമയം കൊടുക്കുക. ഡേറ്റും സമയം മാത്രം അറിഞ്ഞ ആൾക്കാർക്ക് വരാൻ പറ്റൂടാ? ഇല്ലല്ലോ. അവർക്ക് എന്തുകൂടെ അറിയണം? ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം അറിയണ്ടേ? അപ്പൊ അതിനെന്ത് കൊടുക്കുക? നമ്മുടെ വെന്യൂ അല്ലെ? നമ്മുടെ സ്ഥലം വെന്യൂ.
അഥവാ നമ്മുടെ വേദി എവിടെയാണ്, പരിപാടി നടക്കുന്ന സ്ഥലം എവിടെയാണ് കൊടുക്കുക? അത് മിക്കവാറും എവിടെ തന്നെ ആയിരിക്കും? സ്കൂൾ ഓഡിറ്റോറിയം. മക്കളെ ഏതൊരു നോട്ടീസ് തന്നാലും എന്തൊക്കെ വേണം? ഫസ്റ്റ് നോട്ടീസ് എന്ന് വേണം. പിന്നെ എന്ത് പ്രോഗ്രാം ആണോ ആ പ്രോഗ്രാമിന്റെ ഹെഡിങ് വേണം. പിന്നെ ഇത് നടത്തുന്നത് ആരാണ്? സ്കൂളാണ്. സ്കൂളിന് എന്തെങ്കിലും ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി, കോളേജ് ആണെങ്കിൽ കോളേജ്, അത് നടത്തുന്നത് ആരാ എന്ന് കൊടുക്കണം. പിന്നെ ഡേറ്റ് കൊടുക്കണം, പിന്നെ സമയം കൊടുക്കണം, പിന്നെ ഇത് എവിടെ വെച്ചാണ്. എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. സ്കൂളിൽ എവിടെ വെച്ചിട്ടാണ്? സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മക്കളൊന്നും പേടിക്കണ്ട. പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ തുടങ്ങുക. നമ്മൾ ഇത് ആരോടാ പറയുന്നത്? ആരോടാണ് പരിപാടിയിൽ വരാൻ പറഞ്ഞത്? ഡിയർ ഫ്രണ്ട്സിലെ കൂട്ടുകാരെ, നമ്മുടെ പരിപാടിക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പറയാം വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം. ഇത് ഇങ്ങനെ തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ സ്കൂൾ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ആ പ്രോഗ്രാമിന്റെ പേര്, അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമിന്റെ പേര് കൊടുക്കുക. പ്രോഗ്രാമിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും ആരാണ് അവിടുത്തെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരാണെന്നുണ്ടാകും. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ, ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ഡേഷ് പ്രോഗ്രാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രോഗ്രാം എഴുതി കൊടുക്കുക. എന്നിട്ട് അതിലെ ഡേറ്റ്, ഏത് ഡേറ്റിനാണോ പിന്നെ സമയത്തിനാണോ എന്നൊക്കെ ജസ്റ്റ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ഒരു സെന്റൻസും കൂടെ എഴുതുക. എന്താണ് ആ പ്രോഗ്രാം ഇനാഗുറേഷൻ, ഉദ്ഘാടനം ചെയ്യുന്ന ആളെ പേര് ക്വസ്റ്റ്യനിൽ തന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ദ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ്. അപ്പൊ ഇതൊക്കെ എവിടെ ഉണ്ടാവും മക്കളെ? ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇനാഗുറേഷൻ, ഉദ്ഘാടനം ആരാ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആര് ഉദ്ഘാടനം ചെയ്യും? ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒക്കെ എന്ത് ചെയ്യും? അത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞു തന്നാൽ അത് അങ്ങനെ കൊടുക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ചീഫ് ഗസ്റ്റ് ആരാന്നായിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? ഹോണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിൽ ബി ദ ചീഫ് ഗസ്റ്റ് ആയിരിക്കും എന്ന് കൊടുക്കുക. ഇനാഗുറേഷൻ ചെയ്യുന്ന കാര്യമാണെങ്കിലോ ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ വിൽ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 സെന്റൻസ് കൊടുത്താൽ അവിടുത്തെ കഴിഞ്ഞു, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെന്താണ്? ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. നിങ്ങൾ അത്രയൊന്നും എഴുതണ്ട, ഓൾ ആർ വെൽക്കം എന്ന് കൊടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ സ്കൂളുള്ള സ്ഥലത്തിന്റെ പേര് കൊടുക്കുക. നമ്മൾ ഈ നോട്ടീസ് എഴുതുന്ന ദിവസം ഉണ്ടല്ലോ, എക്സാം എഴുതുന്ന ദിവസം, ആ ദിവസം കൊടുക്കുക. പിന്നെ ഈ നോട്ടീസ് ആരാ മക്കളെ അടിച്ചിറക്കുക? സ്കൂളിന്റെ നോട്ടീസ് ഹെഡ് മാസ്റ്റർ ആയിരിക്കും. എന്തെങ്കിലും ക്ലബ്ബ് ആണെങ്കിൽ ആ ക്ലബിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ സ്കൂളിന്റെ പേരും സ്ഥലമൊക്കെ കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറിയും നോട്ടീസും എഴുതിയിട്ട് ഫുൾ മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് നോട്ടീസും കഴിഞ്ഞു, നമുക്ക് ഡയറിയും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇംഗ്ലീഷിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് മക്കൾ ഇതാ ഇവിടെ ഉണ്ട്. എന്താണെന്നറിയോ? നോക്കിക്കോ. ദിൽന. എന്താണ് മക്കളെ ദിൽന എന്ന് പറഞ്ഞാൽ? നമ്മുടെ ദിൽന കുട്ടിയുടെ പേരാണ് അല്ലേ? അതിന് നമ്മൾ എന്ത് പറയും? നെയ്മിങ് വേർഡ് എന്നാണ് പറയാ. എന്താ പറയാ? നെയ്മിങ് വേർഡ് അല്ലെ? ആൾക്കാരുടെ പേര്, സ്ഥലത്തിന്റെ പേര്, സാധനങ്ങളുടെ പേര്, ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ? നെയ്മിങ് വേർഡ്. അപ്പൊ ഈ നെയ്മിങ് വേർഡ് എന്തൊക്കെയാണെന്നറിയോ? നെയിംസ് ഓഫ് പീപ്പിൾ, നിങ്ങളുടെ പേര്, എന്റെ പേര്, നമ്മളെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ എന്താണ്? നെയ്മിങ് വേർഡ് ആണ്. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ ടൗൺ നിൽക്കുന്ന സ്ഥലം, അതൊക്കെ എന്താണ്? നെയ്മിങ് വേർഡ് ആണ്. കാലിക്കറ്റ്, എറണാകുളം, ഡൽഹി ഒക്കെ എന്താണ് മക്കളെ? നെയ്മിങ് വേർഡ് ആണ്. ആനിമൽസ്, ടൈഗർ, ലയൺ, റാബിറ്റ്, ഇതൊക്കെ എന്താണ്? നെയ്മിങ് വേർഡ് ആണ്. അവരുടെ പേരാണത്, നെയ്മിങ് വേർഡ് ആണ്. തിങ്സ്, പെന്ന്, പേപ്പർ, ബുക്ക്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ എന്താണ്? നെയ്മിങ് വേർഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പേരുകളെയാണ് നെയ്മിങ് വേർഡ്സ് എന്ന് പറയാം. അങ്ങനെയാണ് മക്കൾ അണ്ടർലൈൻ ചെയ്ത ദിലിന്റെ എന്താണ്?
നെയ്മിംഗ് വേർഡ് ആണ്. ബാക്ക് യാർഡ് അല്ലെ, മുറ്റത്തിന്റെ പിൻഭാഗം, ബേക്കിലെ മുറ്റം എന്താണ്, ബാക്ക് യാർഡ് എന്താണ്, നെയ്മിംഗ് വേർഡ് ആണ്. ഡോർ എന്താണ്, ഒരു സാധനം അല്ലേ, ഇതൊക്കെ എന്താണ്, നെയ്മിംഗ് വേർഡ് ആണ്. അപ്പൊ നിങ്ങള് നെയ്മിംഗ് വേർഡ്സ് ഒരു സെന്റൻസ് തന്നാൽ അതിലുള്ള നെയ്മിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്, അതിലുള്ള നെയിമുകൾ, സ്ഥലത്തിന്റെ പേര്, ആളുടെ പേര്, സാധനങ്ങളുടെ പേര്, ആനിമൽസിന്റെ, ബേർഡ്സിന്റെ പേര്, ഇതൊക്കെ നിങ്ങൾ എന്താക്കി മനസ്സിലാക്കുക, നെയ്മിംഗ് വേർഡ്സ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നെയ്മിംഗ് വേർഡ്സ് ചോദിച്ചാല് സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി ഇവിടെ നോക്കൂ, ഇതേപോലെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് പറയും ഇതൊക്കെ ഇവര് എന്തൊക്കെ ആക്ഷനുകളാണ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെ ആക്ഷനുകൾ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ആക്ഷൻ വേർഡ്സ് എന്ന് പറയാ, ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ എന്ത് പറയും, ആക്ഷൻ വേർഡ്സ് എന്ന് പറയും. ഇവിടെ നോക്കൂ കണ്ട, സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് കേട്ടോ. ഇവിടെ സ്കിപ്പിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഐസക് ഈസ് ക്ലൈംബിംഗ് ഓൺ ട്രീ, മരം കയറുന്നു എന്നത്, ക്ലൈംബിംഗ് ട്രീ ഉണ്ട്. റീഡിംഗ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, എന്താണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എഡ്യൂഫേസിന്റെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആക്ഷൻ വേർഡ്സും അതുപോലെ തന്നെ നൈമിംഗ് വേർഡ്സും ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് നൈമിംഗ് വേർഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബാക്കി ഇങ്ങോട്ട് പോരാം. അപ്പൊ നമ്മൾ പിന്നെ റീഡിംഗ് ബുക്സിന്റെ പറഞ്ഞു, അതുപോലെ തന്നെ റണ്ണിങ് ഫാസ്റ്റ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ദേ ആർ ഡാഷ് ദ ടി വി എന്ന് പറയുന്നുണ്ട്. എന്താണ്, ദേ ആർ വാച്ചിങ് ദ ടി വി. അപ്പൊ വാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷൻ വേർഡ് ആണ്. അതുപോലെ തന്നെ ദേ ആർ ഡാഷ് വിത്ത് ഫ്രണ്ട്സ് അല്ലെ, ഇതെന്താണ്, ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. അപ്പൊ ഇങ്ങനെ പ്ലേയിങ്, വാച്ചിങ്, റീഡിങ്, റണ്ണിങ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ആക്ഷനെ സൂചിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഒരു ആക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സിനെയാണ് എന്ത് പറയാ, ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം. അപ്പൊ പ്രധാനപ്പെട്ട ആക്ഷൻ വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് നെയ്മിംഗ് വേർഡ്സും നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മുടെ എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് എന്ത്, ഈ റീ അറേഞ്ചിങ് അല്ലെ, ജംബിൾഡ് ആയിട്ടുള്ള, ഡിസോർഡർ ആയിട്ടുള്ള, ഓർഡർ തെറ്റിച്ചിട്ട് തരുന്നതാണ് ജംബിൾഡ് എന്ന് പറയാം. ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുള്ള ജംബിൾഡ് ആയിട്ടുള്ള ഇവന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറേഞ്ച് ചെയ്യേണ്ടി വരും. എങ്ങനെ, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെ അറേഞ്ച് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠത്തിലെ കുറെ സംഭവങ്ങൾ നിങ്ങൾക്ക് തരും, അതൊക്കെ ഡിസോർഡർ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നാമത് ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. അപ്പൊ റഷ്ഡ് ടു ഹെർ മദർ അല്ലെ, മദറിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് ദിൽന അല്ലെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതിന്റെ മുമ്പ് വരുന്ന എന്തെങ്കിലും ആക്ഷൻ ഇവിടെ തന്നിട്ടുണ്ടോ നോക്കുക. 2 firemen rushed into the house. 2 firemen എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്, അമ്മയുടെ അടുത്തേക്ക് ദിൽന ഓടിപ്പോയതിന്റെ ശേഷമാണ് ഫയർമെൻ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ she ran to the phone and dialed 101. 101ലേക്ക് ദിൽന വിളിക്കുന്നത് കുറച്ചും കൂടെ അവസാന ഭാഗത്താണ്, അപ്പൊ നമുക്ക് എഴുതാനായിട്ടില്ല. The mother smiled at the firemen and thanked them. അല്ലെ, മദർ എന്ത് ചെയ്യുന്നുണ്ട്, ഫയർമാനോട് ചിരിച്ചിട്ട് അവർക്ക് നന്ദി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്, ഇതും എന്താണ് നമ്മുടെ, അപ്പൊ ഇതും എന്താണ്, നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തിലാണ് ഇതും സംഭവിക്കുന്നത്. പിന്നെ ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ were playing in the backyard അല്ലെ. അപ്പൊ ബാക്ക് യാർഡിൽ ദിൽനയും ബ്രദറും കളിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. അത് എപ്പോഴാണ്, അത് നമ്മൾ കഥയുടെ തുടക്കത്തിലാണ് അല്ലെ. അപ്പൊ ഇത് കുറച്ച് തുടക്കത്തിലാണ് വരുന്നത്. പിന്നെ they spotted a plate of cookies on the table. അവരെന്ത് ചെയ്യുന്നുണ്ട്, കുക്കീസിന്റെ ഒരു ടേബിൾ അല്ലെ, കുക്കീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലെ. കുക്കീസ് ഒരു ടേബിളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കുക്കീസ് വെച്ചത് കാണുന്നുണ്ട്. അപ്പൊ ഇതും കുറച്ച് തുടക്കത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് an award അല്ലെ. ദിൽന എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡറിലാക്കാം. ആദ്യം എന്താ സംഭവിക്കുന്നത്, ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ were playing in the backyard അല്ലെ. അപ്പൊ ആദ്യം ദിൽനയും ബ്രദറും കളിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ സംഭവം. പിന്നെ എന്താ സംഭവിച്ചത്, ദിൽന rushed to her mother and shook her gently. അല്ല, അതിന്റെ മുമ്പ് വരുന്നുണ്ട് അല്ലെ. എന്താണ് അതിന് മുമ്പ്, എന്താണ്, they spotted a plate of cookies on the table.
ടേബിളിൽ അവർ എന്ത് കാണുന്നുണ്ട്? കുക്കീസ്, ഒരു പ്ലേറ്റിൽ കുക്കീസ് കാണുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ സംഭവം അല്ലെ? രണ്ടാമത്തെ സംഭവം ഇതാണ്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ദിൽന റഷ്ഡ് ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. മൂന്നാമതായിട്ട് എന്താ സംഭവിച്ചത്? ദിൽന മദറിന്റെ അടുത്തേക്ക് പോയിട്ട് അനങ്ങാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇളക്കി നോക്കുന്നുണ്ട് അല്ലെ? നാലാമത് എന്താണ് സംഭവിച്ചത്? റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് അല്ലെ? അങ്ങനെ ഫോണിന്റെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു? 101-ൽ ആര് വിളിച്ചു? ദിൽന വിളിച്ചു. അഞ്ചാമത് എന്താണ് സംഭവിച്ചത്? അഞ്ചാമത് എന്താ സംഭവിച്ചത്? ടു ഫയർമെൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ് അല്ലെ? വീട്ടിലേക്ക് 2 ഫയർമെൻ ഓടി വരികയാണ് നമ്മുടെ മദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദിൽനയുടെ മദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ രക്ഷിച്ചപ്പോൾ ആറാമതായിട്ട് എന്താ സംഭവിച്ചത്? മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമെൻ ആൻഡ് താങ്ക്ഡ് ദം അല്ലെ? മദർ എന്ത് ചെയ്യാണ്? ചിരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറയുന്നു. അവസാനം എന്ത് സംഭവിച്ചു? നമ്മുടെ ദിൽനയെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു അല്ലെ? ഇതാണ് ഏഴാമത്തെ സംഭവം. അപ്പൊ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു സ്റ്റോറിയിലുള്ള ഇവന്റ്സ് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് അത് ഓർഡറിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് 1, 2, 3, 4 ഒക്കെ എന്ത് ചെയ്യുക? ഓർഡറിൽ അങ്ങനെ എഴുതി കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നാൽ എവറിഡേ ഹീറോസ് ആണ്. ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നറിയോ? ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്. എന്ത്? റൈമിംഗ് വേർഡ്സ്. അറിയാലോ റൈമിംഗ് വേർഡ്സ് എന്താണ്? ഈ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞ ഈ സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പോയം ചിലപ്പോൾ തരും, ചിലപ്പം പുറത്ത് നിന്നുള്ള ഏതെങ്കിലും പോയൊക്കെ ആയിരിക്കും തരിക. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഉച്ചരിക്കുമ്പോൾ ഒരേപോലെ വരുന്നുണ്ടോ നോക്കുക. ഓൾ കോൾ, ഓൾ കോൾ. അപ്പൊ ഇത് രണ്ടും എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. പിന്നെ സേർവ്, 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 ഡിസേർവ്. കണ്ട? സേർവ്, ഡിസേർവ്. അപ്പൊ നിങ്ങൾ അവസാനം നോക്കിയാൽ മതി കേട്ടോ. അവസാനത്തിലാണ് നോക്കുക. അവിടെ ഓള് കോള് കണ്ട? ഓള് കോള്, സേർവ്, ഡിസേർവ്. കണ്ട? ഇത് രണ്ടും ഒരുപോലെയാണ്. പിന്നെ ഇവിടെ ഏതാ നോക്ക്? ഹ്യൂ. കണ്ട? ഹ്യൂ, ഹ്യൂ ടു, ഹ്യൂ ടു. കണ്ടോ? ഹ്യൂ ടു. ഇത് രണ്ടും എന്താണ്? ഒരേപോലത്തെ ഉച്ചാരണമാണ്, റൈമിംഗ് വേർഡ്സ് ആണ്. പിന്നെ നിയർ, 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 നിയർ. പിന്നെ ഫിയർ, ഫിയർ, ഫിയർ. അപ്പൊ ഇതേപോലെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുന്ന ഒരു വരിയുടെ അവസാനത്തിൽ വരുന്ന വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാ. പോയം തന്നാല് റൈമിംഗ് വേർഡ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കണം. ഓക്കെ, അന്ന് മാത്രം നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ട അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? നമ്മുടെ കുറച്ച് റിയൽ ലൈഫിലുള്ള കുറച്ച് ഹീറോസ് ഉണ്ടാവും. റിയൽ ലൈഫ് ഹീറോസ് ഉണ്ടാവും. ആ റിയൽ ലൈഫ് ഹീറോസിലെ ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഹീറോസ് ആയിട്ടുള്ളത്? ഹീറോസ് ആയിട്ടുള്ളത് ആരൊക്കെയാന്നുള്ള കുറച്ച് ആൾക്കാരുടെ പേര് നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പൊ റിയൽ ലൈഫ് ഹീറോസിനെ നമ്മൾ കുറച്ച് പഠിച്ചു വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കും നമ്മുടെ ലൈഫിലെ റിയൽ ലൈഫ് ഹീറോസ് ആരൊക്കെയാണെന്ന്. അപ്പൊ മക്കളെ നമ്മൾക്ക് അറിയാലോ ആരൊക്കെയാണ് നമ്മുടെ ലൈഫില് റിയൽ ലൈഫ് ഹീറോസ് ആയിട്ടുള്ളത്. എവരിഡേ ലൈഫിലെ ഹീറോസ് ആയിട്ട് ആരൊക്കെ ഉണ്ട്? നമുക്ക് പറയാം. ആരൊക്കെ പറയാം? നമ്മുടെ നമ്മുടെ നോക്കാം സോൾജിയേഴ്സ് അല്ലെ? സോൾജിയേഴ്സ് എന്താണ്? റിയൽ ലൈഫിലെ ഹീറോസ് ആണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ് സോൾജിയേഴ്സ് അല്ലെ? ഫാർമേഴ്സ്, നമുക്ക് ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്, ഹീറോസ് ആണ്. പോലീസ് ഓഫീസേഴ്സ് റിയൽ ലൈഫ് ഹീറോസ് ആണ്. ആർട്ടിസ്റ്റുകൾ റിയൽ ലൈഫ് ഹീറോസ് ആണ്. സ്പോർട്സ്മെൻ അല്ലെ? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ ലൈഫ് ഹീറോസ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ചിലപ്പോൾ ഒരു 3-4 റിയൽ ലൈഫ് ഹീറോസിന്റെ പേര് പറയാൻ നിങ്ങൾ പോലീസ്, സോൾജേഴ്സ്, ഫാർമേഴ്സ്, ആർട്ടിസ്റ്റ്, സ്പോർട്സ്മെൻ, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3-4 ആൾക്കാരുടെ പേര് മറക്കാതെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. അതിന്റെ മാർക്ക് എന്ത് ചെയ്യുക? സ്കോർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കിച്ചുവിന്റെ കഥയിലേക്ക് നമ്മൾ മെല്ലെ പോവാണ്. കിച്ചുവിന്റെ കഥയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ഒറ്റൊരു കാര്യം, നമുക്ക് 1-2 കാര്യം ഇവിടെ നമുക്ക് നോക്കാനുള്ളൂ. ഒന്ന് പിക്ചർ സ്റ്റോറിയാണ്. പിക്ചർ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് പിക്ചറുകൾ ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് പറയും അതൊരു സ്റ്റോറി ആക്കിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ബാക്കി എഴുതുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ട ABC സ്കൂൾ നമുക്കറിയാം അല്ലെ? ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മം
ഡ്രോപ്സ് ഹർ അറ്റ് സ്കൂൾ അല്ലെ. പ്രിയയുടെ ആദ്യത്തെ സ്കൂൾ ഡേ ആണെന്ന് പ്രിയയുടെ മമ്മ എന്ത് ചെയ്യാണ്, അവളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുന്നു. അങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ മിസ് നീൻ എന്ത് ചെയ്യാണ്, അവളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവളുമായി സംസാരിക്കുന്നു, പരിചയത്തിലാവുന്നു. അവർ ഫുഡ് കഴിക്കാനും മറ്റൊക്കെ അവൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാനും മറ്റൊക്കെ അവളെ അവരുടെ ഫ്രണ്ട്സ് സഹായിക്കുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്സ് അവളെ കളിക്കാനൊക്കെ പഠിപ്പിക്കുന്നു, അവൾ കളിക്കാൻ പഠിക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വലിയ ടൂർണമെന്റിലൊക്കെ കളിക്കുന്നു. അങ്ങനെ അവൾക്ക് സമ്മാനം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അത് നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സ്റ്റോറി ആക്കിയിട്ട് ആ പിക്ചറിൽ നിങ്ങൾ എന്താണോ കാണുന്നത് ആ കാണുന്നത് സിമ്പിൾ ആയിട്ട് അതിന്റെ താഴെ കൊടുത്ത ലൈൻസിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട് ഗ്രൂപ്പിൽ, അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരിക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ്, മാത്സ്, EVS ഇതിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, 8086453303 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.